ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇക്കഴിഞ്ഞ ദുഃഖാന തിരുനാൾ ദിവസം ജൂലൈ മാസം 3-ാം തീയതി മണ്ണൂരാം പറമ്പിലച്ചൻ്റെ 3 പുസ്തകങ്ങൾ നമ്മൾ പ്രകാശനം ചെയ്തു. അതിലൊരു പുസ്തകമാണ് സീറോ മലബാർ കുർബാനയുടെ ചരിത്ര പശ്ചാത്തലം, ഡോക്ടർ തോമസ് മണ്ണൂരാം പറമ്പിൽ. നമ്മൾ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, കുർബാന അർപ്പിക്കുന്നു. ആ കുർബാന, നമ്മുടെ കുർബാന പുസ്തകം, അത് തക്സ എന്നാണ് അതിന് പറയുക. അച്ഛൻ കുറച്ചുകൊണ്ട് വലിയ പുസ്തകം ഉപയോഗിക്കും, നമ്മൾ ചെറിയ പുസ്തകം ഉപയോഗിക്കും. ആ കുർബാന തക്സ, നമ്മൾ ഉപയോഗിക്കുന്ന കുർബാനയുടെ തക്സ, അതായത് അച്ഛൻ ഉപയോഗിക്കുന്നതും പള്ളിയിൽ വികാരിച്ചനാണെങ്കിലും മറ്റച്ഛന്മാരാണെങ്കിലും ഉപയോഗിക്കുന്നതും മെത്രമാർ ഉപയോഗിക്കുന്നതും പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കുർബാന പുസ്തകം, ആ തക്സ കുർബാന പുസ്തകം, അത് തയ്യാറാക്കിയ അച്ഛനാണ് തോമസ് മണ്ണൂരാം പറമ്പിൽ. ഇപ്പം നമ്മൾ കുർബാന ചൊല്ലുന്നുണ്ടല്ലോ, ആ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തക്സ തയ്യാറാക്കിയത് ഈ മണ്ണൂരാം പറമ്പിലച്ഛനാണ്. അച്ഛൻ വന്നിരുന്നു ഈ ജൂലൈ മാസം 3-ാം തീയതി ദുഃഖാന തിരുനാളിൽ ബിബ്ലിയയിൽ വന്നിരുന്നു. ബിബ്ലിയ അക്കാദമിയാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കുർബാനയുടെ ചരിത്രം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അത് വീണ്ടെടുക്കപ്പെടുന്നതിന് അങ്ങനെ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം മുഴുവൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇത് അന്ന് റിലീസ് ചെയ്ത് ഒരു കോപ്പി നമ്മളൊരു അധ്യാപകനാണ് വാങ്ങിച്ചത്. അദ്ദേഹം മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. അത് പറഞ്ഞ് ഞാൻ പുസ്തകം വായിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയം, വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ചരിത്രമൊക്കെ പഠിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം പറയും, ചരിത്രം, നമ്മുടെ സീറോ മലബാർ സഭയുടെ ചരിത്രം പഠിക്കും ഭയങ്കര സങ്കീർണമാണ്, വളരെ കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ ഈ കുർബാനയുടെ ചരിത്രം മാത്രം ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. നമ്മുടെ കുർബാന എങ്ങനെയാണ് ഉണ്ടായത്, പണ്ട് നമുക്ക് കുർബാന ഉണ്ടായിരുന്നോ, 4-ാം നൂറ്റാണ്ടിലാണോ അതോ 1-ാം നൂറ്റാണ്ടിലാണോ, തോമാസിനെ നമുക്ക് നൽകിയോ, പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യം രേഖകൾ സഹിതം, പുറകിൽ ഇതിൻ്റെ രേഖകളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ രേഖകൾ സഹിതം എഴുതിയിരിക്കുന്ന മനോഹരമായ പുസ്തകമാണ്. ഈ പുസ്തകം നമ്മുടെ സീറോ മലബാർ സഭയിൽപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഈ പുസ്തകം ഉണ്ടാകണം. ബൈബിൾ ഉണ്ടാകണം എന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ടാകേണ്ട ഒരു പുസ്തകമാണിത്. കാരണം നമ്മൾ ചൊല്ലുന്ന കുർബാന, ഈ ബൈബിളിലെ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ. നമ്മൾ ദിവസം നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓർമ്മിക്കുമ്പോഴെല്ലാം അവൻ്റെ മരണമാണ് അവൻ്റെ രണ്ടാമത്തെ ആഗമനം അവർ പ്രഖ്യാപിക്കുന്നത് പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാത്തവരുണ്ട്. പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ഒക്കെ അവൻ്റെ ഓർമ്മയ്ക്ക് അത് ചെയ്യുന്നില്ല. അവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല. നമ്മളതനുസരിച്ച് മിക്കവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ചകളിലും പങ്കെടുക്കുന്നു. ആ കുർബാന എങ്ങനെയാണ് രൂപപ്പെട്ടത്, നമ്മൾ എന്തിലാണ് പങ്കെടുക്കുന്നത്, ആ കുർബാന പുസ്തകം എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഇതിൻ്റെ ചരിത്രമാണിത്. അപ്പൊ ഇത് ബൈബിൾ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ വേണ്ട സംഗതിയാണ് കുർബാന. ആ കുർബാന ഉണ്ടായിരിക്കുന്നെങ്കിൽ അതിന്റെ ചരിത്രം അറിയണ്ടേ. ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകത്തിലേക്ക് വീണ്ടും വരാം. നിങ്ങൾ ഔഷ്വിറ്റ്സ് എന്ന സ്ഥലത്തെ കുറിച്ച് കേട്ട് കാണും. പോളണ്ടിലെ ക്രാക്കോയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ അകലെയാണ്. ഈ ഔഷ്വിറ്റ്സ് എന്നുള്ളത് ഒരു ജർമ്മൻ വാക്കാണ്. പോളിഷ് ഭാഷയിൽ ഓഷ്വിയേച്ചിൻ എന്നാണ്, ഓഷ്വിയേൻചിം എന്ന് പറയാം. ഓഷ്വിയേൻചിം എന്നാണ് പോളിഷ് ഭാഷയിൽ. അത് ജർമ്മൻകാർ ഔഷ്വിറ്റ്സ് എന്നാക്കി. ഈ ജർമ്മൻ ഹിറ്റ്ലറിന്റെ നാസി പട്ടാളത്തിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഗ്യാസ് ചേംബർ ആണ് ഈ പറഞ്ഞ ഔഷ്വിറ്റ്സ്. അപ്പോൾ ഔഷ്വിറ്റ്സ് എന്നുള്ള സ്ഥലം പോളണ്ടിലാണെങ്കിലും ജർമ്മൻകാരാണ്, ഹിറ്റ്ലറാണ് അവിടെ ഈ ഗ്യാസ് ചേംബർ ഉണ്ടാക്കിയത്. 11 ലക്ഷം പേരാണ് അവിടെ ഈ ഗ്യാസ് ചേംബറിൽ വെണ്ണീറായി പോയത്. 11 ലക്ഷം പേര്. അതിൽ 10 ലക്ഷം പേര് യഹൂദരായിരുന്നു. 75,000 പേര് യഹൂദരല്ലാത്ത പോളണ്ടുകാർ, 21,000 പേര് ഇറ്റലിക്കാർ, റോമാക്കാർ, 15,000 പേര് സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയനിലെ ആളുകൾ, 15,000 പേര് പോളണ്ട് ഒഴികെയുള്ള മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്. ഇങ്ങനെ 11 ലക്ഷം പേരെയാണ് ഇവിടെ ഗ്യാസ് ചേംബറിൽ ഹിറ്റ്ലർ കൊന്നു കളഞ്ഞത്. അവിടെ ഇപ്പം നിങ്ങൾ പോകുകയാണെങ്കിൽ, ക്രാക്കോയിൽ നിന്ന് 50 കിലോമീറ്റർ ഉള്ളൂ, അവിടെ പോകുകയാണെങ്കിൽ അതിന് എൻട്രൻസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു സ്പാനിഷ് അമേരിക്കൻ എഴുത്തുകാരനായ ജോർജ് സാന്തായാന പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്. ഈ 11 ലക്ഷം പേരെ കൊന്നൊടുക്കിയ ആ സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്ന വാചകം എന്നിട്ട് അറിയോ? Those who cannot remember the past are condemned to repeat it. Those who cannot remember the past are condemned to repeat it. ഭൂതകാലം മറക്കുന്നവര് അത് ആവർത്തിക്കാൻ ശപിക്കപ്പെട്ടവരാണ്. ഭൂതകാല ചരിത്രം മറക്കുന്നവര് അതിലൂടെ വീണ്ടും കടന്നു പോകാൻ ശപിക്കപ്പെട്ടവരാണ്.
അപ്പോൾ ഹിറ്റ്ലർ 11 ലക്ഷം പേരെ കൊന്നൊടുക്കിയ ചരിത്രം ഓർത്തില്ലെങ്കിൽ ഇതുപോലുള്ള ഹിറ്റ്ലർമാർ ഇനിയും വരികയും അങ്ങനെ കൊല്ലുകയും ചെയ്യുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഭൂതകാല ചരിത്രം മറക്കാൻ പാടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ചൊല്ലാണ്, കടയ്ക്ക് വളമിട്ടാലേ തലയിൽ ബലമുണ്ടാകൂ. ഭൂതകാലം മുറിച്ചു കളഞ്ഞാൽ ഭാവിയില്ല. ഭൂതകാലം മുറിച്ചു കളഞ്ഞാൽ പിന്നെ ഭാവിയില്ല. ഈ കട ഇല്ലേ, അതാണ് ഭൂതകാലം. ഭാവി എന്ന് പറയുന്നത് ഫലം ഉണ്ടാകുന്ന മുകളിലാണ്. ഇത് കടക്കല്. ആ കടം മുറിച്ചു കളഞ്ഞ പിന്നെ ഫലം ഉണ്ടാകുമോ? ഭൂതകാലം തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ അതിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോകാൻ ശപിക്കപ്പെട്ടവരായി മാറും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് മനസ്സിലാക്കാൻ ഈ പുസ്തകത്തിന് സേവ്യർ കൂടപ്പുഴച്ചനാണ്, എൻ്റെയൊക്കെ പ്രൊഫസറാണ്, മണ്ണുരമ്പറമ്പിലച്ചനും പ്രൊഫസറാണ്. അദ്ദേഹം ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം ഇതിന് അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കാം. സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മക്കളുടെ ദുർഗതിയാണ് മാർത്തോമാ നസ്രാണികൾക്കുണ്ടായത്. നാട്ടുമെത്രാന്മാരെ ലഭിച്ചപ്പോൾ ദൈവജനം സന്തോഷിച്ചു. ഈ സഭയുടെ ആരാധനാക്രമവും നഷ്ടപ്പെട്ട പൈതൃകവും വ്യക്തിത്വവും അവർ വീണ്ടെടുക്കുമെന്ന് പ്രത്യാശിച്ചു. വിധി വൈപരീത്യമെന്ന് പറയട്ടെ, പാശ്ചാത്യ ആരാധനാക്രമത്തിന്റെയും ആചാര മര്യാദകളുടെയും പ്രചാരകരായി അവരിൽ പലരും. ഈ അപകടത്തിൽ നിന്ന് തോമായുടെ മാർഗത്തെ രക്ഷിക്കാൻ മാർപ്പാപ്പമാർക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ കുറെയൊക്കെ പുരോഗമിച്ചു തുടങ്ങി. അതിനോട് സഹകരിച്ച മാർത്തോമാ ക്രിസ്ത്യാനികൾ സഭാ പൈതൃകം വീണ്ടെടുക്കാനും സഭാജീവിതം സമൃദ്ധമാക്കാനും സഭാ നേതൃത്വത്തിൽ കുറെ പേരെങ്കിലും ദൈവപരിപാലനയാൽ മുമ്പോട്ട് വന്നു. എന്നാൽ പരിചിത സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങളോട് പോലും സഹകരിക്കാതെ സ്വന്തം സഭാ പൈതൃകത്തെ തള്ളിപ്പറയാൻ വരെ ഇവിടുത്തെ പൗരസ്ത്യ സഭാ നേതൃത്വത്തിൽ കുറെ പേരുണ്ടായി എന്ന ദുഃഖസത്യം മറക്കാവുന്നതല്ല. തോമായുടെ മാർഗത്തിന്റെ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കുർബാനയുടെയും കൂദാശകളുടെയും ആചരണം ഭാരതീയമല്ലെന്നും അടിച്ചേൽപ്പിച്ചതാണെന്നും പറയുന്നവരോട് പൗരസ്ത്യവും ആത്മാഭിമാനവുമുള്ള മാർത്തോമാ ക്രിസ്ത്യാനികൾ വരും തലമുറകൾ ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയൂ. എന്തൊരു ശക്തമായിട്ടാണ് കൂടപ്പുഴച്ചൻ എഴുതിയിരിക്കുന്നത്. നാട്ടുമെത്രാന്മാരെ ലഭിച്ചപ്പോൾ ദൈവജനം സന്തോഷിച്ചു. എന്നാൽ പാശ്ചാത്യ ആരാധനക്രമത്തിന്റെയും ആചാര മര്യാദകളിലും പ്രചാരകരായി മെത്രാന്മാരിൽ പലരും. ഈ അപകടത്തിൽ നിന്ന് തോമായുടെ മാർഗത്തെ രക്ഷിക്കാൻ മാർപ്പാപ്പമാർക്ക് ഇടപെടേണ്ടി വന്നു. എന്നിട്ട് മാർപ്പാപ്പന്മാര് പറഞ്ഞതനുസരിച്ചോ? ഇല്ല. ആരധികാരികളായത്? മെത്രാന്മാര് തന്നെ. ഇപ്പോ ആ മെത്രാന്മാരുടെ ചുവട് പിടിച്ച് കുറെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും. എന്നിട്ട് അവർ പറയുന്നതാണ്, ഈ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവർ പറയുന്നതാണ് അത്രയും സത്യം. മാർപ്പാപ്പയെ അനുസരിക്കാത്തവർ പറയുന്നതാണ് അത്രയും സത്യം. എന്തൊരു നുണയാണ് പ്രചരിപ്പിക്കുന്നത്. മാർപ്പാപ്പമാര് പറഞ്ഞതനുസരിച്ചാൽ സഭയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും വിഭാഗിത ഉണ്ടാകുമെന്നും പ്രചരിപ്പിച്ച് തെറ്റായ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് മനുഷ്യരെ വിഡ്ഢികളാക്കുക. ആ അപകടം, അതായത് വീണ്ടും വൈദേശികമായ പാശ്ചാത്യവൽക്കരണത്തിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതരാകും ഈ ചരിത്രം അറിയുന്നില്ലെങ്കിൽ. ഭൂതകാല ചരിത്രം മറക്കുന്നവർ അതിലൂടെ വീണ്ടും കടന്നു പോകാൻ ശപിക്കപ്പെട്ടവരാണ്. നമുക്ക് ഞാനൊരു നവോത്ഥാനം, ദുഃഖാന നവോത്ഥാനമാണ് പ്രഖ്യാപിച്ചത് ജൂലൈ 3-ന്. ആ നവോത്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രബോധനം ഇല്ലേ, പ്രബുദ്ധരാവുക. നമുക്ക് ബോധോദയം വരുന്നത്, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ഒരു കൊല്ലം നമ്മുടെ ദശാംശമോ നമുക്ക് മിച്ചം വയ്ക്കാനുള്ള പൈസയൊക്കെ ഇത്തരം പുസ്തകങ്ങൾ വാങ്ങിക്കാനും വായിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും, അങ്ങനെ ഒരു കൊല്ലത്തിനുള്ളിൽ അടുത്ത ദുഃഖാന തിരുനാൾ ആകുമ്പോഴേക്കും പരമാവധി ആളുകൾക്ക് ഈ ലിറ്റർജിയെക്കുറിച്ചുള്ള, നമ്മുടെ കുർബാനയെക്കുറിച്ചുള്ള ചരിത്രം അറിയാൻ, എങ്ങനെയാണ് നമ്മുടെ കുർബാന ഉണ്ടായത്, എവിടെ നിന്നാണ് നമുക്കത് കിട്ടിയത്, നമുക്ക് മുമ്പുണ്ടായിരുന്ന കുർബാന എങ്ങനെയാണ്, അത് സംസ്കൃതമായിരുന്നോ സുറിയാനി ആയിരുന്നോ, പിന്നെ കൽദായ സ്വഭയമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇവിടുത്തെ കുർബാന എങ്ങനെയാണ് ഇറാഖിലെ കൽദായരെ സ്വാധീനിച്ചത്, അവരുടെ കുർബാന നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചത്,
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ്, ഈ പുസ്തകം ഞാൻ ഇതിൻ്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ ഈ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതാം, ഈ വീഡിയോയുടെ താഴെ ഞാൻ എഴുതാം. അങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പരമാവധി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ, സീറോ മലബാർ സഭ മറ്റുള്ള സഭയിലെയും വിശ്വാസികൾ ഇത് വാങ്ങിച്ച്, ഇത് കച്ചവടമാണോ വെച്ചാൽ ഒരു നിലയ്ക്ക് കച്ചവടമാണ്. പക്ഷെ ബോധവൽക്കരണത്തിനാണോ ലക്ഷ്യം? സ്കൂളിൽ പുസ്തകങ്ങൾ വിൽക്കുന്നു, അത് കച്ചവടമല്ലേ? അതെ. എന്നാൽ അതിലൂടെയല്ലേ പഠിക്കാൻ പറ്റൂ? ലാപ്ടോപ്പ് വേണം, കമ്പ്യൂട്ടർ വേണം, ഫോൺ വേണം, അതിലെല്ലാം കച്ചവടമുണ്ട്. പക്ഷെ കച്ചവടമാണോ ലക്ഷ്യം? അല്ല. അതുപോലെ തന്നെയാണിത്. പുസ്തകങ്ങൾ വിൽക്കാതെ അടുത്തൊരു പ്രോജക്റ്റ് നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് എനിക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല, ഇതുപോലുള്ള നല്ല ഈ സഭയെ സമ്പന്നമാക്കുന്ന, പ്രബുദ്ധനമാക്കുന്ന നല്ല പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനാൽ വായനശീലമൊന്നുമില്ല, ഡിജിറ്റലാണെന്ന് പറഞ്ഞ് നിൽക്കാതെ ഈ പുസ്തകം വായിച്ച് പഠിച്ച് പ്രചരിപ്പിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പുസ്തകം കിട്ടാൻ വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ എഴുതാം. എറണാകുളത്ത് ഇത് കിട്ടാനായിട്ട് നിങ്ങൾ ക്യാപ്റ്റനെ കണ്ടാലും മതി, ക്യാപ്റ്റനെ കോൺടാക്ട് ചെയ്താൽ മതി. ക്യാപ്റ്റന്റെ നമ്പറും ഞാൻ ഇതിൻ്റെ താഴെ കുറിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു വർഷം നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾ തിരിച്ചറിയാനുള്ള, അതാണ് ദുഃഖാന നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നവോത്ഥാനം സംഭവിക്കുന്നത് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണ്. ആ തിരിച്ചറിവുകൾ ഉണ്ടാകാനുള്ള വർഷമായിട്ട് നമുക്കിതിനെ രൂപാന്തരപ്പെടുത്താം. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. മനോരമ പ്രപഞ്ചൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.